സോഷ്യൽ മീഡിയയിലടക്കം അത് ക്യാമ്പയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തെറ്റായ നെറേറ്റീവ് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്താണ് തെറ്റായ നെറേറ്റീവ്? 40 എസ്കോർട്ട് വാഹനങ്ങൾ ഉപയോഗിച്ച ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന്. ഞാൻ 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് എടുത്ത ആദ്യത്തെ തീരുമാനങ്ങളിൽ ഒന്ന് വായിക്കാം. ആ തീരുമാനം ഇങ്ങനെയായിരുന്നു: ദ സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റി ഡിസൈഡഡ് ടു സ്കെയിൽ ഡൗൺ ദ സർപ്ലസ് സെക്യൂരിറ്റി കവർ ദാറ്റ് വാസ് ബീങ് പ്രൊവൈഡഡ് ടു ഫോമർ ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി ഫോളോയിങ് ദ ത്രെഡ്സ് ഇൻ കണക്ഷൻ വിത്ത് ദ സോളാർ സ്കാം ആൻഡ് ബാർ ബ്രൈബറി ഇഷ്യൂസ്. ഓപ്പോസിഷൻ ലീഡർ രമേശ് ചെന്നിത്തല, who was enjoying surplus security cover during his term as a home minister, would only have an escort thereafter എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് എടുത്ത ആദ്യത്തെ തീരുമാനങ്ങളിൽ ഒന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സെക്യൂരിറ്റി കവർ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. അഥവാ സർപ്ലസ് സെക്യൂരിറ്റി കൂടുതൽ വാഹനങ്ങൾ ഉൾപ്പെടുത്തരുത് എന്നുള്ളതായിരുന്നു. മന്ത്രിമാർക്കടക്കം പൈലറ്റ് എസ്കോർട്ട് എന്ന രീതിയിൽ വലിയ വാഹനവ്യൂഹം കൊണ്ടുവരരുത് എന്ന തീരുമാനം എടുക്കുന്നത് പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്ത ഉടൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പത്ര റിപ്പോർട്ട് തന്നെ വായിച്ചത്. ഇത് ആദ്യത്തെ സംഭവമല്ല. പക്ഷേ പിന്നീട് എങ്ങനെയാണ് 40 വാഹനങ്ങൾ എന്ന നെറേറ്റീവിലേക്ക് വന്നത്? യഥാർത്ഥ 40 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഞാനത് പരിശോധിക്കുകയായിരുന്നു. ഇസഡ്+ കാറ്റഗറിയിൽ മുഖ്യമന്ത്രിക്ക് അനുവദിച്ചിരിക്കുന്നത് 7 ഒഫീഷ്യൽ വാഹനങ്ങളാണ്. അതിനോടൊപ്പം ഏതെങ്കിലും തരത്തിൽ മറ്റ് ജനപ്രതിനിധികളുടെ വാഹനങ്ങൾ പോകുന്നത് നമുക്ക് അതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഇസഡ്+ കാറ്റഗറിയിലുള്ള മുഴുവൻ വാഹന വ്യൂഹവും ഉറപ്പാക്കിയപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ്. എപ്പോഴാണ് ഉമ്മൻചാണ്ടിക്കും ഈ ഇസഡ്+ കാറ്റഗറിയിൽ വാഹനങ്ങൾ കൂട്ടിയത്? ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സോളാർ സ്കാമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതിഷേധം വരുന്ന സമയത്താണ്. എന്ന് വെച്ചാൽ തെരുവിലൊരു പ്രതിഷേധം മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ഒരു കല്ലേറ് പോലെ അല്ലെങ്കിൽ കരിങ്കൊടി പ്രതിഷേധം പോലെ വരുന്ന സാഹചര്യങ്ങളിൽ സ്വാഭാവികമായും ഇസഡ്+ കാറ്റഗറിയിലേക്ക് പോകും. അതിനു മുമ്പ് എല്ലാ സർക്കാരുകളും എടുക്കുന്ന ഒരു തീരുമാനം, പ്രത്യേകിച്ച് പിണറായി സർക്കാർ എടുത്ത തീരുമാനം തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാനതിനെ വളരെ ജനപ്രിയമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് തന്നെ കണക്കാക്കുന്നു. പക്ഷേ ഇത് നടാടെയാണ്, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ശൈലി എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാം.